സരോവരത്തെ മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മാണം വൈകും. പദ്ധതിയിൽ നിന്നും ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ പിന്മാറിയ സാഹചര്യത്തിലാണ് പ്ലാന്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത്. ശുചിമുറി മാലിന്യ സംസ്കരണത്തിനായി 36 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ശുചിമുറി മാലിന്യ സംസ്കരണത്തിനായി 36 കോടി രൂപ ചിലവഴിച്ച് ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ കോഴിക്കോട്ട് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയിൽ നിന്ന് അവർ പിന്മാറിയ സാഹചര്യത്തിൽ നിലവിൽ സരോവരത്തെ മലിനജല സംസ്കരണ പ്ലാന്റും വൈകിയേക്കും. നേരത്തെ നിയമക്കുരുക്കിലായി പാതി വഴിയിൽ നിലച്ച സരോവര പ്ലാന്റ് പ്രവൃത്തി പുനരാരംഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബിൽഗേറ്റ്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഹാബിറ്റാറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് 36 കോടി രൂപയുടെ പദ്ധതി സൗജന്യമായി നടപ്പാക്കാമെന്ന വാഗ്ദാനവുമായി എത്തിയത്. 2 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റായിരുന്നു വാഗ്ദാനം. ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നത് കോർപ്പറേഷന് വെല്ലുവിളിയായിരുന്നു. പുനരാരംഭിക്കാൻ തീരുമാനിച്ച സരോവരം പ്ലാന്റിന് സമീപത്തായി അതിനോട് ചേർന്ന് തന്നെ ബിൽഗേറ്റ്സ് ഫൗണ്ടേഷന്റെ പ്ലാന്റും നിർമ്മിക്കാൻ തീരുമാനിച്ചു. TPR മാറ്റം വരുത്താൻ ജല അതോറിറ്റി അധികൃതർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിനിടയിലാണ് ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ പദ്ധതി തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിൽ നിന്ന് ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതിനാലാണ് ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ പദ്ധതി തിരുവനന്തപുരത്തേക്ക് മാറ്റിയതെന്നാണ് കോർപ്പറേഷൻ UDF കൗൺസിൽ പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത്. അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി സരോവരത്ത് നിർമ്മിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവൃത്തി നീളാൻ ബിൽഗേറ്റ്സ് ഫൗണ്ടേഷന്റെ വരവും പോക്കും കാരണമായി. സരോവരം പ്ലാന്റിന് ഇനി വീണ്ടും പഴയ DPR പൊടി തട്ടിയെടുക്കേണ്ട അവസ്ഥയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.